ഒരു അഖിലേന്ത്യാ പണിമുടക്ക് ആഹ്വാനം ചെയ്തിരുന്നു. കേരളത്തിൽ വലിയൊരളവോളം അത് ജനങ്ങളെ നിർബന്ധിച്ച് ഒക്കെ ആണെങ്കിലും ഭീഷണിപ്പെടുത്തുകയാണെങ്കിലും ഒക്കെ വലിയൊരളവോളം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അങ്ങനെയുള്ള ഒരു ഹർത്താലിന് സമാനമായിട്ടുള്ള ഒരു പണിമുടക്കാക്കി മാറ്റാൻ ഇവരുടെ ശ്രമമാണ് ഇന്ന് നടന്നത്. ഒരു വശത്ത് തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾ കേന്ദ്ര സർക്കാർ കൊല്ലത്ത് അനുവദിച്ച ESI ആശുപത്രി, ആ ആശുപത്രി അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ശ്രമവും നടത്തി കൊല്ലത്ത് ESI ആശുപത്രി സ്ഥാപിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ ഇടതുപക്ഷത്തിന്റെ തൊഴിലാളി പ്രേമം ഒരു വെറും തട്ടിപ്പ് മാത്രമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. ESI മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ചുമതല കേരളത്തിൽ അങ്ങനെ ഒരു ആശുപത്രിയുടെ ആവശ്യകത അംഗീകരിക്കുക എന്നുള്ളത് മാത്രമായി. അതുകൊണ്ടാണ് അതിന് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നൽകണം എന്ന് ESI കോർപ്പറേഷൻ അഭ്യർത്ഥിച്ചത്. ഏതാണ്ട് 50ഓളം കുട്ടികൾക്ക് മെഡിക്കൽ സീറ്റുകൾ, അതിൽ പാവപ്പെട്ട തൊഴിലാളികളുടെ മക്കൾക്കടക്കം പ്രയോജനം ലഭിക്കുമായിരുന്ന ഒരു മെഡിക്കൽ കോളേജാണ് സർക്കാരിന്റെ രാഷ്ട്രീയ നിലപാടിന്റെ ഫലമായിട്ട് നിഷേധിക്കപ്പെട്ടത്. മെഡിക്കൽ കോളേജിന്റെ ഭാഗമായിട്ട് ചുരുങ്ങിയത് ഒരു 300 പേർക്കെങ്കിലും കൊല്ലത്തെ ജനങ്ങളിൽപ്പെടുന്ന ആളുകൾക്ക് തൊഴിൽ ലഭിക്കേണ്ടതായിരുന്നു. ഈ ബജറ്റിൽ കേരളത്തിനെ അവഗണിക്കുന്നു, കേരളത്തിന് എയിംസ് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തുന്ന ഇടതുപക്ഷം തൊഴിലാളികളുടെ താല്പര്യങ്ങൾക്കെതിരായിട്ട് നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ കൊല്ലത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച ഏതാണ്ട് 600 കോടി കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ചെലവിടുന്ന ഒരു പദ്ധതി, ആ പദ്ധതി അട്ടിമറിച്ചതിനെ കുറിച്ച് CPM-നും അവരുടെ മുന്നണിക്കും എന്ത് പറയാനുണ്ട് എന്നുള്ളത് ജനങ്ങളോട് വിശദീകരിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. കേന്ദ്ര മന്ത്രാലയത്തിന് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകേണ്ടിയിരുന്ന തീയതി നമുക്കെല്ലാവർക്കും അറിയാം, ജനുവരി 28-ാം തീയതിയായിരുന്നു. ജനുവരി 9-ാം തീയതി ESI കോർപ്പറേഷൻ സംസ്ഥാന സർക്കാരിന് ഇത് സംബന്ധിച്ചിട്ടുള്ള അപേക്ഷ നൽകി. ജനുവരി 25-ാം തീയതി വരെ ആ കാര്യത്തിൽ തീരുമാനമെടുക്കാതെ സംസ്ഥാന ഗവൺമെന്റ് അത് പിടിച്ചുവെച്ചു. 25-ാം തീയതി വീണ ജോർജ് പറഞ്ഞു, ആശുപത്രിയുടെ കുറവുകൾ നികത്തിയാൽ മാത്രമേ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ. ESI കോർപ്പറേഷൻ അടുത്ത ദിവസം തന്നെ ആശുപത്രി പ്രവർത്തനം, അതായത് മെഡിക്കൽ കോളേജായിട്ട് അനുവദിക്കപ്പെട്ട് ആശുപത്രിയുടെ പ്രവർത്തനം തുടങ്ങുന്ന ഘട്ടത്തിൽ ഈ കുറവുകളെല്ലാം നികത്തിക്കൊള്ളാം എന്ന് മറുപടി നൽകി. അതിനിടയിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി ഫെബ്രുവരി 3 വരെ നീട്ടി. ജനുവരി 28-ാം തീയതി ഞാൻ മനസ്സിലാക്കുന്നത് ESI ഡയറക്ടർ ജനറൽ നേരിട്ട് അണ്ടർടേക്കിംഗ് നൽകി, ഞങ്ങൾ ഇത് മുഴുവൻ പൂർത്തിയാക്കിക്കൊള്ളാം, എല്ലാ പോരായ്മകളും പരിഹരിക്കാം, എന്നിട്ട് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നൽകണം ആവശ്യപ്പെട്ടു. അതായത് ഒരു ആശുപത്രിയുടെ കുറവിന്റെ പോരായ്മയുടെ പേരിൽ ആശുപത്രി ആവശ്യമാണോ ഇല്ലയോ എന്നുള്ള എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്നത് അത് എന്ത് ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആശുപത്രിക്ക് കുറവുണ്ടെന്നിരിക്കട്ടെ, അത് പരിഹരിക്കണം. പക്ഷെ ആശുപത്രി ആവശ്യമാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് സംസ്ഥാന സർക്കാർ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തേണ്ടിയിരുന്നത്. ഇവിടെ ഒരു ആശുപത്രി ആവശ്യമാണ്, അത് എസൻഷ്യലാണ്, ആ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെയും തൊഴിൽ മന്ത്രിയുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷവും ഈ പദ്ധതി നഷ്ടമാക്കരുത് എന്നുള്ള അഭ്യർത്ഥന പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ചീഫ് സെക്രട്ടറിയെ നേരിട്ട് ബന്ധപ്പെട്ടതിന് ശേഷവും
അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി വരെ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തില്ല. അതിനർത്ഥം മനഃപൂർവ്വം സംസ്ഥാന സർക്കാർ എടുത്ത ഒരു രാഷ്ട്രീയ തീരുമാനമായി. ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഘട്ടത്തിൽ 600 കോടിയുടെ ഒരു പദ്ധതി കൊല്ലത്ത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി വരുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ള പ്രചരണത്തിനുള്ള വലിയ മറുപടിയെ ആ പ്രചരണം ജനങ്ങൾ മുഖവിലക്കെടുക്കാത്ത സാഹചര്യം വരും. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ ആശുപത്രി അനുവദിക്കാറില്ല. ഞാനിവിടെ കൊല്ലത്ത് വന്നപ്പോൾ വേറൊരു കാരണം കൂടി കേട്ടു. മാർക്സിസ്റ്റ് പാർട്ടിയുടെയും CPI-യുടെയും ഒക്കെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് ചില ആശുപത്രികൾ നടക്കുന്നുണ്ട്. ആ ആശുപത്രികളിൽ നിന്ന് അവർക്ക് ചില പ്രയോജനങ്ങൾ ഉണ്ടാകുന്നുണ്ടാവും. അതിനു പകരം ഒരു ESI ആശുപത്രി വന്നു കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് പ്രയോജനം ഉണ്ടായാലും നാട്ടുകാർക്ക് പ്രയോജനം ഉണ്ടായാലും പാർട്ടിക്ക് നഷ്ടമാവും. അപ്പോൾ പാർട്ടിയുടെ നഷ്ടമാണ് തൊഴിലാളികളുടെ നഷ്ടത്തെക്കാൾ വലുത് എന്ന് മാർക്സിസ്റ്റ് പാർട്ടി വിലയിരുത്തിയതുകൊണ്ട് ജനങ്ങൾക്ക് പ്രയോജനം കിട്ടണ്ട, പാർട്ടിക്ക് പ്രയോജനം കിട്ടിയാൽ മതി എന്ന് തീരുമാനമെടുത്തു. അതുകൊണ്ട് ESI ആശുപത്രി വേണ്ട തീരുമാനിച്ചു. ഇന്നലെ ഇതിന്റെ പേരിൽ വഴി തടഞ്ഞു. പക്ഷേ ഈ വഴി തടയാൻ ആഹ്വാനം ചെയ്ത ആളുകളൊക്കെ ഇന്നലെ പാർലമെന്റിൽ പോയി. ബ്രിട്ടാസും ശിവദാസനും റഹീമും രാധാകൃഷ്ണനും ഒക്കെ ഇന്നലെ പാർലമെന്റിൽ പോയി ഒപ്പിട്ടു, ശമ്പളവും വാങ്ങി. അപ്പൊ സാധാരണ തൊഴിലാളികളെ വഴി തടഞ്ഞ് അവരാരും പണിയെടുക്കണ്ട എന്ന് പറയുന്ന ആൾക്കാർ ഇന്നലെ പാർലമെന്റിൽ പോയിട്ട് ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ അതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാപട്യം, അതാണ് ഇടതുപക്ഷത്തിന്റെ കാപട്യം. മാത്രമല്ല, ഇപ്പോ മുണ്ടക്കൈ ചൂരൽമലയെ കുറിച്ച് വലിയ പ്രചരണം നടത്തിയത്. മുണ്ടക്കൈ ചൂരൽമലയിൽ കേന്ദ്രം അനുവദിക്കുന്നില്ല, പണം അനുവദിക്കുന്നില്ല. പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം വ്യക്തമായില്ല. രണ്ടാം ഗഡു നൽകാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കാത്തത് ഒന്നാം ഗഡുവിന്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാത്ത സാഹചര്യത്തിലാണ്. ഒന്നാം ഗഡു നൽകിയതിന്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തിന് കൊടുത്തില്ല. കേന്ദ്രത്തിന് കൊടുക്കാതെ സാമ്പത്തിക ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല ഒന്നാം ഗഡുവിന്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാതെ രണ്ടാം ഗഡു നൽകുക എന്നുള്ളത്. അപ്പൊ ഈ തരത്തിൽ കഴിഞ്ഞ വർഷം നവംബറിൽ 76.16 കോടി കിട്ടിയിട്ടു എന്തുകൊണ്ടാണ് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാത്തത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളോടെങ്കിലും വിശദീകരിക്കാൻ സംസ്ഥാന സർക്കാരും സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതൃത്വവും അവര് തയ്യാറാകണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാൻ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ആഗോള അയ്യപ്പ സംഗമമാണ്. ആഗോള അയ്യപ്പ സംഗമം അത് സംഘടിപ്പിക്കാൻ തീരുമാനമെടുത്ത ഘട്ടത്തിൽ തന്നെ ഞങ്ങളെല്ലാവരും പറഞ്ഞിരുന്നു, ഇത് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ, ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. കാരണം ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിക്കാൻ സംസ്ഥാന സർക്കാർ ആദ്യം ഉദ്ദേശിച്ചത് MK സ്റ്റാലിനെയാണ്. അതായത് സനാതനധർമ്മം വൈറസാണ് എന്ന് വിശ്വസിക്കുന്ന പാർട്ടിയുടെ നേതാവിനെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിക്കാൻ ഉദ്ദേശിച്ചത്. അവസാനം സ്റ്റാലിൻ തന്നെ പിൻവാങ്ങി, അയ്യപ്പ ഭക്തന്മാരുടെ പ്രതിഷേധത്തെ ഭയന്നുകൊള്ളു. ഇപ്പോ ഈ ഭക്തരുടെ പണം, അയ്യപ്പ ഭക്തന്മാരുടെ പണം, ആ പണമെടുത്ത് കുമരകത്ത് ഹോട്ടലിൽ താമസിക്കാൻ വന്ന ലോകം മുഴുവനുള്ള സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയും മുഖ്യമന്ത്രിക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് 1 ലക്ഷം രൂപയുടെ കട്ടിൽ വാങ്ങാനും മുഖ്യമന്ത്രിക്ക് വേണ്ടി 2 ലക്ഷം രൂപ താമസത്തിന് ചെലവിടാനും ഇല്ലാത്ത ഭജനയുടെ പേരിൽ 8 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് ബില്ല് ഉണ്ടാക്കാനും ഇങ്ങനെയുള്ള വളരെ വലിയൊരു തട്ടിപ്പ്, ആ തട്ടിപ്പാണ് എന്നുള്ളത് ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള കണക്കുകളിലൂടെ വ്യക്തമാവുകയാണ്. എന്താണ് മുഖ്യമന്ത്രി 2 ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ട് ഒരു രാത്രി താമസിക്കാൻ വേണ്ടി ചെലവിടുന്ന മുഖ്യമന്ത്രി തൊഴിലാളി വർഗത്തിന്റെ നേതാവാണ്. തൊഴിലാളികളുടെ ഇടയിൽ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലത്തെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം
വളരെ വികാരാധീനനായിട്ട് സംസാരിച്ചു എന്ന് നിങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാള് എത്ര കാലം കഴിഞ്ഞാലും ഈ നാട്ടിലെ സാധാരണക്കാരന്റെ നികുതി പണത്തിൽ നിന്ന് ഒരു രാത്രി ചെലവിടാൻ വേണ്ടിയിട്ട് 2 ലക്ഷം ചെലവഴിക്കാൻ അനുവദിക്കാം. അങ്ങനെ ചെലവഴിച്ച ആളുകൾക്ക് ഇതിനായിട്ട് നടപടിയെടുക്കണ്ടേ? അപ്പൊ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഈ തട്ടിപ്പ് വാസവൻ ഉൾപ്പെടെയുള്ള അന്നത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഉത്തരവാദിത്തമാണ്. വാസവൻ നിയമസഭയുടെ വേദിയിൽ മറുപടി പറഞ്ഞതാണ്, ദേവസ്വം ബോർഡിന്റെ ഒറ്റ പൈസ ചെലവാക്കിയിട്ടില്ല. ആ ചെലവാക്കി എന്നുള്ളത് ഇപ്പോൾ വളരെ വ്യക്തമായില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രതിപക്ഷം അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വാസവന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ദേവസ്വം ബോർഡാണ് വിശദീകരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നാളെ പിന്നെ മന്ത്രിമാർക്ക് എന്താ ഉത്തരവാദിത്തം? മന്ത്രിമാരുടെ ചുമതലയിലുള്ള വകുപ്പുകളിൽ നടക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ സ്വയം ബോധ്യപ്പെട്ടിട്ടാണ് മന്ത്രിമാർ സഭയിൽ മറുപടി പറയേണ്ടത്. അതല്ലാതെ ഉദ്യോഗസ്ഥൻ എഴുതി തരുന്നത് അതേപടി വായിക്കാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ മന്ത്രിസ്ഥാനത്തിരിക്കാനുള്ള അർഹതയടക്കം യോഗ്യതയടക്കം ആ വ്യക്തിക്കില്ല എന്നാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് ഈ തട്ടിപ്പിനെ കുറിച്ച് ജനങ്ങളോട് വിശദീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്, ദേവസ്വം മന്ത്രിക്ക് ഉത്തരവാദിത്തം. ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ഇപ്പൊ കിഫ്ബിയുടെ പേരിൽ മാധ്യമ സ്ഥാപനങ്ങൾക്ക് പണം കൊടുക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മന്ത്രിമാരുടെ സർക്കാരിനെ കുറിച്ചിട്ടുള്ള ഇന്റർവ്യൂ, പോസിറ്റീവായിട്ടുള്ള ന്യൂസ്, ഈ ന്യൂസ് ഒക്കെ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി മാധ്യമങ്ങളിലൂടെ, അച്ചടി മാധ്യമങ്ങളിലൂടെയും അതുപോലെ ദൃശ്യമാധ്യമങ്ങളിലൂടെയും സർക്കാർ നടത്തുന്ന പ്രചരണം, ആ പ്രചരണം കൃത്യമായിട്ട് പറഞ്ഞാൽ പെയ്ഡ് ന്യൂസാണ്. ആ പെയ്ഡ് ന്യൂസിന് വേണ്ടി ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പേര് പറഞ്ഞ് എടുക്കുന്ന വായ്പയാണ് കിഫ്ബിയുടെ വായ്പ. ഈ നാട്ടിൽ വികസനത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന വായ്പയാണ് കിഫ്ബിയുടെ വായ്പ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പെയ്ഡ് ന്യൂസ്, ആ പെയ്ഡ് ന്യൂസിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ സാധാരണക്കാരനെ അവന്റെ വയറ്റത്തടിക്കുന്ന, അവനെ ഞെക്കിപ്പിഴിയുന്ന, അവന്റെ പേരിൽ വായ്പയെടുക്കുന്ന ഈ സമീപനം ജനങ്ങൾ തിരിച്ചറിയും എന്ന് മാത്രം സൂചിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ഹൈക്കോടതി നടത്തുന്ന അന്വേഷണം 3 മാസമായപ്പോ എല്ലാവരും ജാമ്യത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ഹൈക്കോടതി കുറ്റവാളിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഹൈക്കോടതിയുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. ഹൈക്കോടതിക്ക് ആകെ ചെയ്യാൻ പറ്റുക അവർക്ക് കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുക, നിർദ്ദേശിക്കുക എന്നൊക്കെയാണ്. അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ ACR എഴുതാൻ പോകുന്നത് സംസ്ഥാന സർക്കാരാണ്. ആനുവൽ കോൺഫിഡൻസ് റിപ്പോർട്ട് ഹൈക്കോടതിയല്ല എഴുതുക. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും നാളെ അത് ഒപ്പിടിപ്പിക്കാൻ വേണ്ടി മന്ത്രിയുടെ അടുത്ത് പോകണം. സ്വാഭാവികമായും മന്ത്രി പറയുന്നത് കേൾക്കുള്ളൂ, വാക്കാലുള്ള ഉത്തരവുകൾ, രേഖാമൂലമുള്ള ഉത്തരവുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്, ഇത് നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കണമെങ്കിൽ, കുറ്റവാളികളെ മുഴുവൻ തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഏജൻസിയുടെ അന്വേഷണത്തിലൂടെ അത് സാധ്യമാവില്ല. അതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഞങ്ങൾ ആ ആവശ്യത്തിൽ ഞങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുക. വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ മൊത്തത്തിൽ ഒരു പരിശോധന എല്ലാ പ്രതികളുടെയും വീട്ടിൽ നടത്തിയിരുന്നു. പക്ഷെ തന്ത്രിയുടെ വീട്ടിൽ മാത്രം പോയില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങളൊക്കെ ചില കേന്ദ്രങ്ങൾ വരികയും ചെയ്തു. തന്ത്രി വീട്ടിലേക്ക് ED എന്തുകൊണ്ട് പോയില്ല എന്നുള്ളത് ഞാൻ ED നിയന്ത്രിക്കുന്ന ആളല്ല. അതായത് ED അന്വേഷിക്കുന്ന ആംഗിൾ മണി ലോണ്ടറിംഗ് മാത്രമാണ്. ബാക്കി ശബരിമലയില് സ്വർണം അഴിച്ചു മാറ്റിയോ, ആർക്കാണ് വിറ്റത്, അങ്ങനത്തെ കേസുകളൊക്കെ CBIക്ക് മാത്രമേ അന്വേഷിക്കാൻ പറ്റുള്ളൂ. ED മണി ലോണ്ടറിംഗ് നടന്നിട്ടുണ്ടോ, കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ശബരിമലയിലെ മാർഗം ഉപയോഗിച്ചിട്ടുണ്ടോ, ഈ കൊള്ളയെ ഉപയോഗിച്ചിട്ടുണ്ടോ, ED കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തും. ആ കാര്യത്തിൽ EDയെ സംശയിക്കാനുള്ള ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല.
നിലവിലെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്മേൽ സമ്മർദ്ദമുണ്ട്. കാര്യം അതിനോട് കൂടിച്ചേർത്തെന്ന് പറഞ്ഞാൽ ഈ പഴയ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് അറിയുന്നത്. അടൂർ പ്രകാശിന്റെ ഒരു ആരോപണമാണ്. കാര്യം സർക്കാരിന് അനുകൂലമായ കാര്യങ്ങൾ മാത്രം പുറത്തേക്ക് വിടുന്നതിന് വേണ്ടി ആ സംഘത്തിനുള്ളിൽ തന്നെ ഒരു ടീം പ്രവർത്തിക്കുന്നുണ്ട്. അത് തന്നെ അങ്ങനെയാണ്. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമല്ലേ. കടകംപള്ളി സുരേന്ദ്രൻ ഹാജരാകുമ്പോ അത് ആരും അറിയുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ SIT-യിൽ തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് താല്പര്യമുള്ള ആൾക്കാരുണ്ട്. മറ്റു പലരെയും ചോദ്യം ചെയ്യുമ്പോ തന്ത്രിയെ ചോദ്യം ചെയ്താലും അറസ്റ്റ് ചെയ്താലും അപ്പോഴപ്പോഴെല്ലാം മാധ്യമങ്ങളും വിവരം അറിയുന്നു. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമ്പോൾ അറിയുന്നില്ല. അത് തന്നെ SIT-യുടെ നിഷ്പക്ഷതയെ കുറിച്ചിട്ടുള്ള സംശയം, ആ സംശയത്തിന് മതിയായിട്ടുള്ള ഒരു കാരണം. കുറ്റം ആര് ചെയ്തിട്ടുണ്ടെങ്കിലും അവരെല്ലാവരും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെടണം. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു തന്ത്രിയെയും ഒരു മന്ത്രിയെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല. സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ മെഡിക്കൽ കോളേജ് കഴിഞ്ഞ ജനുവരി 1-ാം തീയതി ആശുപത്രിയുടെ വികസന സമിതി യോഗം ചേർന്നു. അവര് തന്നെ ഒരു എക്സ്റേ മെഷീനില്ല, സ്കാനറില്ല, MRI സ്കാനറില്ല. അവിടെ ഒരു ഫെസിലിറ്റിയും സംവിധാനവും ഇല്ലാത്ത ഒരു ആശുപത്രിയിൽ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്? ബന്ധപ്പെട്ട അവിടെയാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ നിങ്ങൾ പെട്ടുപോകുന്നു എന്ന് എനിക്കും പറയാനുള്ളത്. കാരണം എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിന്റെ അർത്ഥം ഇങ്ങനെ ഒരു ആശുപത്രി ആവശ്യമാണോ അല്ലയോ എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഇവിടെ സൗകര്യങ്ങൾ ഇല്ലാതിരിക്കട്ടെ, ഞാനത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി വാദത്തിന് വേണ്ടി താങ്കളുടെ വാദം ഞാൻ അംഗീകരിക്കുന്നിരിക്കട്ടെ. ആ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയായിരുന്നു മെഡിക്കൽ കോളേജ്. 600 കോടി ചെലവഴിച്ചു കഴിഞ്ഞാൽ ഈ അസൗകര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ പറ്റുമായിരുന്നു. ഒരു 3 ഏക്കറുള്ള ഭൂമിയിലാണോ മെഡിക്കൽ കോളേജിന് വേണ്ടി വന്ന് അതല്ലേ, അതിനാണല്ലോ അണ്ടർടേക്കിംഗ്. എങ്ങനെ അണ്ടർടേക്കിംഗ് അർത്ഥം അതല്ലേ? എവിടെ സംസ്ഥാന സർക്കാർ 6-9 മാസമായി ഈ ഒരു തീരുമാനം എടുത്തിട്ട്. ഈ ഒരു മെഡിക്കൽ കോളേജ് 20 മെഡിക്കൽ കോളേജുകൾ അനുവദിക്കണമെന്ന് ESI മെഡിക്കൽ കോളേജ് തീരുമാനം എടുത്തിട്ട് 8. ഓക്കെ, ഇത്രയും മാസമായിട്ട് ഇപ്പോഴാണോ ഇതിനെ ഇറങ്ങിത്തിരിക്കുന്നത്? 20 മാസം മുമ്പ് തീരുമാനം എടുത്തു ആരാ പറഞ്ഞേ? ചേട്ടാ, ഞാൻ പറയുന്നത് ശരി, ഓക്കെ, ഇന്ന് 8 ഞാൻ പറയുന്നത് ഇത്രയേറെ മെഡിക്കൽ കോളേജുകൾ അനുവദിക്കാൻ തീരുമാനിച്ചു. അതിലൊന്നായിരുന്നു ESI സൂപ്പർ സ്പെഷ്യാലിറ്റിയിലുള്ള മെഡിക്കൽ കോളേജ്. ഇത്രയും നാളായിട്ട് എന്തുകൊണ്ട് ഇതിലൊരു കല്ലുപോലും എടുത്ത് വെച്ചില്ല? ഒരു സ്റ്റെപ്പ്. അതുകൊണ്ടാണ് എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാതിരുന്നത്. ഞാൻ ചോദിക്കുന്നത് എന്റെ ചോദ്യം അതാണ് നിങ്ങളുടെ ചോദ്യം. എന്റെ ചോദ്യത്തിന് മറുപടി കൊല്ല MPയും BJPയും കൂടെ സംയുക്തമായിട്ട് ഇവിടെ സമരം നടത്തുമ്പോ അതിലുണ്ടാവുന്ന സംശയമാണ് ഞാൻ. നിങ്ങൾ സംയുക്തമാണ് എല്ലാത്തിലും. ഇത്രയും നാളായിട്ട് BJPയുടെ ഈ ജില്ലാ പ്രസിഡന്റ് BJPയുടെ സമരം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രയോഗങ്ങൾ എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ്. അതായത് മാർക്സിസ്റ്റ് പാർട്ടി നടത്തുന്ന ഈ പ്രചരണം നിങ്ങൾ ദയവ് ചെയ്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രചരണം ജനങ്ങളിടയിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന ആളാണെങ്കിൽ ശ്രമിച്ചോളൂ, വിരോധമില്ല. പക്ഷെ ജനങ്ങൾ വിശ്വസിക്കില്ല. കാരണം എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിന്റെ അർത്ഥം ഇങ്ങനെ ഒരു ആശുപത്രി ആവശ്യമാണ് എന്നുള്ളത് പറയലാണ്. ഈ ലാസ്റ്റ് നിമിഷം മാത്രമേ ഞാൻ ചോദിക്കുന്നതായി ഇത്രയും തീരുമാനമെടുത്ത മാസങ്ങൾക്കായിട്ട് ആശുപത്രിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ പേരേ ഉള്ളൂ. അവിടെ ഡോക്ടർമാരില്ല, ഡോക്ടർമാർ പോലും ഇല്ല, ഒന്നുമില്ല. വെറും ഒരു പേര് മാത്രമുള്ള ഒരു സ്ഥാപനമാണ്, വെറും ഒരു പേര്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ജനുവരി 9-ാം തീയതി അപേക്ഷ കൊടുത്തു. ജനുവരി മാസം 1-ാം തീയതി ആണ് ഈ HDC യോഗത്തിൽ ഇങ്ങനെയൊരു ഇൻഫോംഡ് ദാറ്റ് ഇൻസ്ട്രക്ഷൻസ് വെയർ റിസീവ്ഡ് 2 days ago ഫ്രം ESI ഹോസ്പിറ്റൽ. താങ്കൾക്ക് എവിടെ നിന്നാണ് എത്ര മാസങ്ങൾക്ക് മുമ്പേ തീരുമാനം എടുത്തു എന്ന് അറിയുന്നതെന്ന് എനിക്കറിയില്ല.
ഈ ESI ഹോസ്പിറ്റൽ അനുവദിക്കാനുള്ള തീരുമാനം പ്രേമേന്ദ്രൻ MP തന്നെ കൊല്ലത്ത് എല്ലാ മാധ്യമങ്ങൾ വഴി അദ്ദേഹം നൽകിയതാണ്. ESI ആശുപത്രി മെഡിക്കൽ കോളേജ് ആക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്, അതിന് അറിയിപ്പ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ മാധ്യമങ്ങളെല്ലാം വാർത്ത നൽകിയതാണ്. ഞാൻ വായിക്കുന്നത് HDCയുടെ മിനിറ്റ്സ് എന്നാണ്. HDCയുടെ മിനിറ്റ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞ ജനുവരി 1-ാം തീയതി ചേർന്ന മിനിറ്റ്സിനകത്ത് അടിസ്ഥാന സൗകര്യങ്ങളില്ല. അല്ലല്ല, ആ മിനിറ്റ്സിലുള്ള അതിന് മുകളിലത്തെ കൂടി വായിക്കും. The medical superintendent informed that instructions were received 2 days ago. താഴത്തത് വിശ്വസിക്കുമ്പോൾ മുകളത്തെ കൂടി വിശ്വസിക്കട്ടെ. അതുകൊണ്ട് സർക്കാർ തീരുമാനമെടുത്ത് 2 ദിവസം മുൻപാണ് അറിയിച്ചത് എന്ന് 1-ാം തീയതി പറയുന്നു. 9-ാം തീയതി അപേക്ഷ കൊടുക്കുന്നു. അപ്പൊ വീഴ്ചയുണ്ട്, സർക്കാരിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട്. ഇത്രയും നേരത്തെ തീരുമാനമെടുത്തിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തില്ലല്ലോ. ചേട്ടാ എന്തെങ്കിലും ചെയ്യണ്ടേ അവിടെ? എന്റെ സുഹൃത്തെ, ഒരു ആശുപത്രി, ഇങ്ങനെ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ ഒരു ആശുപത്രി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ തൊഴിലാളികളുടെ വീതം കൂടി വെച്ചാൽ എന്റെ അച്ഛൻ അവിടെ കിടന്ന് മരിച്ച ആളാണ്, മനസ്സിലായി. 32 ദിവസം ഞാൻ ആ ഹോസ്പിറ്റലിൽ കാവലിരുന്നവരാ. അതുകൊണ്ട് ആ ആശുപത്രിയിൽ എന്താണ് അതിനെ സ്വാഗതം ചെയ്യുന്ന ആളാണ്. തൊഴിലാളികൾക്ക് വേണ്ടി അത്തരം ഒരു സംസ്ഥാന സർക്കാരിന്റെ നിലപാടിലാണ്. സംസ്ഥാന സർക്കാർ ഇത് ആവശ്യമാണോ അല്ലയോ എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തത് 2 ദിവസം മുമ്പ് തീരുമാനം എടുത്തുള്ളത് കൊണ്ടാണോ? അല്ല, ഇൻസ്പെക്ഷൻ അതുകൊണ്ടാണല്ലോ അവർ പോയത്. ഏത് ഇൻസ്പെക്ഷൻ? എക്സ്പെക്ട് ചെയ്തല്ലോ. ഈ പറഞ്ഞ സംസ്ഥാന ആരോഗ്യ ഇൻസ്പെക്ട് ചെയ്യേണ്ട ഉണ്ട്. വീണ ജോർജ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വീണ ജോർജ് NOC അല്ല ആവശ്യപ്പെട്ടത്, എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണമെങ്കിലേ അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൂ. അല്ല, എന്റെ സുഹൃത്തെ, നിങ്ങൾ ഈ ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം എന്നെ പഠിപ്പിക്കുക. എസൻഷ്യൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? ആവശ്യമാണ്. എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് NOC അല്ല. അതിന് മറുപടി അവർ കൊടുത്തിട്ടുണ്ട്. ഈ മറുപടിയൊന്നും നിയമസഭ പാർലമെന്റിൽ ഇന്നലെ മൻസുഖ് മാണ്ഡവ്യ സംസാരിച്ചപ്പോ ഇവരെല്ലാവരും അവിടെ പാർലമെന്റിനകത്ത് മൗനം പൂട്ട് പണിമുടക്കിന്റെ ഭാഗമായിരുന്നു. എന്താ ഉണ്ടായിരുന്നത്? അല്ല, എന്താ ഉണ്ടായിരുന്നത്? അറിയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവർ ചില കാര്യങ്ങൾ മാത്രം അറിയുകയും ചില കാര്യങ്ങൾ അറിയില്ല ചില കാര്യങ്ങൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അവിടെ പോയി പരിശോധിച്ചു. എന്തിന് അടിസ്ഥാന സൗകര്യങ്ങളില്ല അവരോട് ചോദിച്ചില്ലല്ലോ. ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥരോട് സൗകര്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യമാണോ എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റാണ് ആവശ്യപ്പെടുന്നത്. സൗകര്യങ്ങൾ പരിശോധിക്കാൻ അത് വേണ്ട ഘട്ടത്തിൽ, ഉചിതമായിട്ടുള്ള ഘട്ടത്തിൽ ആൾക്കാർക്ക് പോവാം. അത് NOC കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. ആദ്യം ഞാൻ അവിടെ ഡോക്ടർമാരെ നിയമിക്കും. മെഡിക്കൽ കോളേജിന്റെ പിന്നെ ആരും ചെയ്യാം. ആരും ഇവിടെ ഇല്ലാതാവാൻ ഡോക്ടർമാരെ നിയമിക്കുന്നതല്ല. കേരള ഗവൺമെന്റ് തൊഴിലാളികളുടെ പേര് പറഞ്ഞ് തൊഴിലാളികളെ വഞ്ചിക്കുന്നതിന്റെ പേരില്ല. അതാണ് അർത്ഥം. അതുപോലെ അതല്ലേ, അതൊക്കെ അണ്ടർടേക്കിംഗ് കൊടുത്ത ആൾക്കാർക്ക് അറിയാലോ അതിന്റെ വഴി. ഞാനും നിങ്ങളും അല്ലല്ലോ ഇത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നാണ് തീരുമാനം എടുക്കേണ്ടത്. അണ്ടർടേക്കിംഗ് കൊടുക്കുന്ന ഡയറക്ടർ ജനറൽ അതിന് അദ്ദേഹത്തിന് വഴിയുണ്ടാവുമല്ലോ. ആ പാർവതി മലിന്റെ ഭൂമി വെറുതെ കിടക്കൂല്ലേ ചേട്ടാ? കൊടുക്കാൻ ഒരു ആശുപത്രി പിണറായി വിജയൻ 25 വണ്ടിയായിട്ട് പോകുന്നത് നിർത്താൻ പറയുന്നത് ഞാൻ നിങ്ങളോട് പറയും. എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പാരിശമാണ്. എയിംസിന്റെ കാര്യം തൊഴിലാളി വർഗത്തിന്റെ നേതാവ് 25 വണ്ടിയുമായിട്ട് ജനങ്ങളുടെ ഇടയിൽ ഭയം കാരണം ജനങ്ങൾ ഭയന്നിട്ട് 25 വണ്ടിയുടെ അകമ്പടിയായിട്ട് പോകുന്നത് നിർത്താൻ. കോർപ്പറേറ്റ് മുതലാളിയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് എത്ര കോടിക്കണക്കിന് വണ്ടിയിൽ റോൾസ് റോയ്സിൽ പോയത് ഞാൻ ചോദിച്ചാൽ ചേട്ടൻ എന്ത് പറയും? ഏത് കോർപ്പറേറ്റ് മുതലാളിയുടെ വണ്ടി ആണോ ഞാൻ ചോദിക്കാം. നമ്മള് അതായത് CPM നടത്തുന്ന എല്ലാ പ്രചരണവും മാധ്യമ പ്രവർത്തകർ മാധ്യമ സമ്മേളനത്തിലെങ്കിലും അതേപടി വെടിക്കിട്ട് ആവർത്തിക്കുന്നു. CPM നടത്തുന്ന പ്രചരണം കേരളത്തിൽ 19 MP-മാര് കോൺഗ്രസിന്റെ MP-മാരുണ്ട്. രാജ്യസഭയിൽ ഒരാളൊഴിച്ച് 8 പേര് കോഴിക്കോട് ഭൂമി നമ്മളിപ്പോ ചർച്ച എയിംസ് അല്ല, എന്റെ ചർച്ച ESI ആണ്. ESI പറയുമ്പോ എയിംസ് ചോദിക്കുന്നത് ഞാൻ ചൂണ്ടിക്കാണിക്കാം.
എയിംസ് ESI നിഷേധിക്കുന്ന ആളുകൾ 600 കോടി കൊടുക്കാമെന്ന് പറയുമ്പോൾ വേണ്ട, അത് അട്ടിമറിക്കുന്ന ആളുകൾ എയിംസിന്റെ പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. എയിംസിന്റെ കാര്യത്തില് BJP നേതാക്കളും ആരോഗ്യമന്ത്രി വീണ ജോർജ് പരസ്പര വിരുദ്ധമായാണ് സംസാരിക്കുന്നത്. എന്താ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ രാജ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാത്തതുകൊണ്ടാണ് എയിംസ് വരാത്തതെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല. ആണ് അങ്ങനെയാണ് ഭൂമി. ഞാൻ കണ്ടിട്ടില്ല. താങ്കൾ മറുപടി കൊണ്ട് താങ്കൾ കാണത്തില്ല. വീണ ജോർജ് കഴിഞ്ഞ ദിവസം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് 2024 മുമ്പ് തന്നെ കിനാനൂരിൽ 150 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് അതിന് ഡോക്യുമെന്റ്സ് അടക്കം കേന്ദ്ര സർക്കാർ കൊടുത്തിരുന്നു. അതിനുശേഷം 2024 കേന്ദ്രത്തിൽ ഒരു കത്ത് കിട്ടി. അതായത് ഈ തത്വത്തിൽ അനുമതി നൽകാൻ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ബജറ്റ് പ്രഖ്യാപിക്കുമെന്ന് ഒരു കത്ത് ഗവൺമെന്റ് കിട്ടുകയും ചെയ്തു. എന്നിട്ട് 2024 കാര്യം പറയുന്നത് കേന്ദ്ര ഓഫീസ് 2024 കത്ത് കൊടുത്തു സംസ്ഥാനത്തിന്. അതായത് ധനകാര്യ മന്ത്രാലയത്തിന് നിങ്ങളുടെ അപേക്ഷ തത്വത്തിൽ അംഗീകരിക്കുമെന്ന് കൈമാറിയിട്ടുണ്ട്. അടുത്ത ബജറ്റ് എയിംസ് പ്രഖ്യാപിക്കുമെന്നൊരു കത്ത് സർക്കാരിന് ഔദ്യോഗിക കൊടുക്കുകയും ചെയ്തു. അത് ഫേസ്ബുക്കിൽ വീണ ജോർജ് കഴിഞ്ഞ ആഴ്ച ഇട്ടിരുന്നു. അതല്ലേ പറയട്ടെ, ഒരു മിനിറ്റ് പറയട്ടെ. ഫേസ്ബുക്കിൽ ആരോഗ്യമന്ത്രിയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്കിൽ രേഖയാണത്. എന്നിട്ട് ഒരു മിനിറ്റ് പറയട്ടെ. എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിന്റെ പേര് അല്ല ആളാണെങ്കിൽ ഞാൻ ഈ കത്തിനെ കുറിച്ച് മിനിറ്റ് പറയട്ടെ. ഇത് ഒഫീഷ്യൽ അവരെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ അല്ല അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ട് പോലും ഇപ്പോഴും നിങ്ങളുടെ BJP സംസ്ഥാന സുരേഷ് ഗോപി പറയുന്നത് ഭൂമി കിട്ടിയിട്ടില്ല, ഭൂമി കൊടുത്ത എയിംസിനാണ്. അപ്പൊ ആരാണ് ജനങ്ങൾ കുട്ടികളാക്കുന്നത്? ഒന്നാമത്തെ കാര്യം, രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോ നിങ്ങളെ പോലെയുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നത്, അവരിതൊക്കെ അറിയുന്ന ആൾക്കാരല്ലേ, അവർ ചോദിക്കായിരുന്നല്ലോ, അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇല്ല, അവര് പറഞ്ഞ ഭൂമി കിട്ടില്ലെന്ന് പറയുന്നവര്. അവര് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ താങ്കളുടെ ESI മെഡിക്കൽ കോളേജ് പറഞ്ഞത് എന്റെ പോയിന്റ് ESI ആണ്. അതെ, ESI ആശുപത്രി അട്ടിമറിക്കുന്നു എന്നുള്ളതാണ് എന്റെ പോയിന്റ്. എന്തുകൊണ്ട് അത് കൊല്ലത്തെ 2 കാരണങ്ങളാൽ തൊഴിലാളിക്ക് വേണ്ടി പണിമുടക്ക് നടത്തുന്ന ആളുകൾ ഒരു വശത്ത് ESI ആശുപത്രി അട്ടിമറിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്ത് മാർക്സിസ്റ്റ് പാർട്ടിയും CPIയും നടത്തുന്ന 2 സ്വകാര്യ സ്ഥാപനങ്ങൾ അതിൽ നിന്നുള്ള ലാഭം ഇല്ലാതായി പോകുമോ എന്നുള്ളത് കൊണ്ടാണോ എന്നുള്ളതാണ് എന്റെ ആളുകൾ ചോദിക്കുന്നതാണ്. പാർട്ടിക്ക് പ്രയോജനമുള്ള 2 ആശുപത്രി, ആ ആശുപത്രിയിൽ നാളെ ആളുകൾ പോകുന്നതിന് പകരം ESI ആശുപത്രിയിൽ പോകരുത്, തൊഴിലാളികൾക്ക് ഫ്രീ ആയിട്ട് ചികിത്സ കിട്ടരുത്, ഞങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ചികിത്സ കൊടുക്കാവുള്ളൂ. ESI ആശുപത്രിയോട് തന്നെ പ്രാർത്ഥന, അതേ പ്രാർത്ഥനയുള്ളതാണ് എയിംസ്. മറുപടി പറയാൻ ആൾക്കാർ പറയും, അതെക്കുറിച്ച് നമുക്ക് അറിയില്ല. അല്ല, ഞാനിപ്പോ എയിംസിന്റെ ഒന്നാമത്തെ കാര്യം, ഞാനിപ്പോ സർക്കാരിന്റെ ഭാഗമല്ല. അതുകൊണ്ട് സർക്കാരിൽ എയിംസ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്, കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്, മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ആരോഗ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ സുഖമായിട്ട് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തം മന്ത്രി എല്ലാ ദിവസവും വന്നിട്ട് ഞാൻ അവിടെ കൊടുക്കും, ഇവിടെ കൊടുക്കും, ആലപ്പുഴ തൃശ്ശൂർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒന്നും വരുന്നില്ല. അദ്ദേഹം കൊടുക്കുന്നു പറഞ്ഞിട്ടില്ല. ആലപ്പുഴ കൊണ്ടുവരും, തൃശ്ശൂർ കൊണ്ടുവരും. ഭൂമി അവിടെ അദ്ദേഹം ചെയ്യുന്നേ, ഈ ഭൂമി അവിടെ കൊടുക്കുന്നുണ്ട്. സുരേഷ് ഗോപി പറഞ്ഞത് ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജ് എയിംസ് വരണമെന്നാണ് എന്റെ അഭിപ്രായം, അത്ര പറഞ്ഞു. ഭൂമി നന്നായി കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞു ഭൂമി കൊടുക്കുന്നത്. നിങ്ങൾ വലിയ സീനിയർ മാധ്യമ പ്രവർത്തകനല്ലേ, നിങ്ങൾ ഒരാൾ പറയുന്ന വാക്കിനെ വളച്ചൊടുക്കും. ഒരാളല്ല, കേന്ദ്രമന്ത്രി അതന്നെ, അദ്ദേഹം ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറയുന്ന വാക്കിനെ വളച്ചൊടിക്കരുത്. നിങ്ങൾ വളച്ചൊടുക്കുന്നതിൽ വലിയ വിദഗ്ധനെ എനിക്ക് നേരിട്ടാണോ? അതെനിക്ക് നേരിട്ടറിയാം. അതുകൊണ്ട് അക്കാര്യത്തിൽ നമ്മൾ തമ്മിൽ തർക്കിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വളച്ചൊടിക്കാനുള്ള കഴിവിനെ ഞാൻ പൂർണ്ണമായിട്ട് നമസ്കരിക്കുന്നതാണ്. അതുകൊണ്ട് അത് വിട്ടിക്ക്. അതുകൊണ്ട് ഞാൻ മുണ്ടക്കൈ ചുരുമല്ലോ അല്ല, ഒരു കാര്യം എന്താ, നിങ്ങളുടെ CPM-ന്റെ ഈ കുപ്രചരണങ്ങൾ തൊടാതെ വിഴുങ്ങി വീണ്ടും ആവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ അഭിപ്രായങ്ങൾ ഞാൻ കണക്ക് പുറത്തുനിന്ന് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് അവകാശത്തെ കുറിച്ചൊന്നും എനിക്ക് പറയുന്നത്. അതുകൊണ്ട് അല്ല, നമ്മൾ ഇക്കാര്യത്തിൽ യോജിപ്പിലെത്തൂല. കാരണം എന്താ അറിയാം, ഞാൻ ESI പറയുമ്പോ താങ്കൾ എയിംസ് പറയും, ഞാൻ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് പറയുമ്പോ ഇല്ലാത്ത NOC താങ്കൾ നോക്കിപ്പോകും. NOC അതുകൊണ്ട് മുണ്ടക്കൈ ചൂരൽമലയുടെ കാര്യത്തിൽ ഞാൻ ആകെ ചൂണ്ടിക്കാണിക്കുന്നത്
പാർലമെന്റിൽ പറഞ്ഞ മറുപടിയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. പാർലമെന്റിൽ ഇക്കാര്യം പറഞ്ഞപ്പോ കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷത്തിന്റെ ഒരു MP അത് തെറ്റിദ്ധാരണാജനകമാണെങ്കിൽ ഉടനെ പാർലമെന്റിലെ തെറ്റിദ്ധരിപ്പിച്ചതിന് നോട്ടീസ് കൊടുത്തു. അങ്ങയുടെ ശ്രദ്ധയിൽ ഒരു കാര്യം അത് ചെയ്യാമല്ലോ. ഒന്നാമത്തെ കാര്യം, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്ന ഫണ്ട് എന്ന് പറയുന്നത് കടമാണ്. അതില് തന്നെ ഒരു മാസത്തിനുള്ളിൽ ഇത് പണി പൂർത്തീകരിച്ച് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞതിന് വലിയ വിവാദമായി പറയട്ടെ. കോടതിയിൽ ചോദ്യം ചെയ്തു. കോടതി കേന്ദ്ര സർക്കാരിന്റെ ആൾക്കാരെ അവിടെ വിളിച്ചു വരും. മര്യാദയ്ക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നോ അങ്ങനെ സമയം കൊടുത്തു. കോടതി ഈ വക്കീലന്മാരുടെ ബെഞ്ചിനുകളൊക്കെ നിർത്തിയോ? ഇങ്ങനത്തെ പ്രയോഗങ്ങളൊക്കെ വരും. അതേപോലെ നമ്മള് വിളിച്ചു വരുത്തി. ഒന്നാമത് ഈ വിളിച്ചു വരുത്തുക എന്നൊക്കെ പറഞ്ഞല്ലോ, നോട്ടീസ് അയക്കുന്നതിന് വിളിച്ചു വരുത്തി എന്ന് പറയാം. എല്ലാ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾക്കും നോട്ടീസ് അയക്കും. മനോരമ പത്രത്തിലെ ഒരു ലേഖനം വന്നിട്ടുണ്ട്. ആശ അച്ചി ജോസഫിന്റെ ലേഖനം. അതായത് മുൻ ഈ PT കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി നൽകിയ പരാതിക്കാരിയാണ്. അതായത് നവംബറിൽ തന്നെ പരാതി നൽകിയിട്ട് പോലും അതിൽ നടപടി ഉണ്ടായില്ല. ഇവർ ഇത്തരത്തിൽ പരാതി നൽകിയെന്ന് പുറത്ത് പറഞ്ഞ് മുഖ്യമന്ത്രിയെ വീണ്ടും കണ്ടതിന് ശേഷമാണ് കേസ് പോലും എടുക്കേണ്ടി വന്നത്. സമാനമായ രീതിയിൽ ഒരു പരാതി വന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അറസ്റ്റ് ചെയ്ത അതേ സ്ഥലത്ത് തന്നെയാണ് ഭരണപക്ഷത്തിന് ഒരു രീതിയിലും ഇതിനിങ്ങനെയാണ് പോകുന്നത്. എന്താ BJP അക്കാര്യത്തോട് പറയുന്നത്? ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പരിശോധിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ പറയുന്ന ഈ വിവരണത്തെ മാത്രം അടിസ്ഥാനമാക്കിയിട്ട് പറയുകയാണെങ്കിൽ അത് എന്താണ് കാരണം എന്നുള്ളത് സംസ്ഥാന സർക്കാർ തന്നെ വിശദീകരിക്കും. കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചോ? ആരുടെയും സ്ഥാനാർത്ഥിത്വം BJP തീരുമാനിച്ചില്ല. കഴക്കൂട്ടത്ത് മത്സരിക്കുന്നുണ്ടോ? അത് പാർട്ടി തീരുമാനിക്കും. ഏത് മണ്ഡലത്തിൽ മത്സരിക്കാനാണ് ആഗ്രഹം? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞോ? ഞാൻ അതിനേക്കാൾ സീനിയർ അല്ല. പാർട്ടി അതേപോലെ സീനിയർ, അദ്ദേഹം പ്രസിഡന്റ് അല്ലല്ലോ, അദ്ദേഹം പാർട്ടിയിൽ പ്രസിഡന്റാണ്. പ്രസിഡന്റാണ് BJPയുടെ തലവൻ. BJPയിലെ കഴക്കൂട്ടം അല്ലെങ്കിലും സന്തോഷമാണ്. ഞാൻ എപ്പോഴും പാർട്ടി നിയോഗിക്കുന്ന സ്ഥലത്ത് മത്സരിക്കുന്നതാണ്. ഏത് കിട്ടിയാലും സന്തോഷം. പാർട്ടി എവിടെയാണോ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുന്നത് അവിടെ മത്സരിക്കും. കാസർഗോഡ് പോകും.